പേവിഷബാധ ഏറ്റു എന്നതുകൊണ്ട് അതിനെ കൊല്ലാം എന്നല്ല പറയുന്നത്, മറിച്ച് അപകടം പറ്റിയതോ അതല്ലെങ്കിൽ ഗുരുതര അസുഖമുള്ളതോ ആയിട്ടുള്ള നായ്ക്കളെ കൊല്ലാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന തെരുവുനായ ശല്യത്തിനൊരു ഫലപ്രദമായ മാർഗമായി ഇതിനെ പറയാനായി സാധിക്കുമോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ഫലപ്രദമായ ഒരു പരിഹാരം ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഈ പറഞ്ഞ മാരകമായ രോഗങ്ങളോ ഇഞ്ചുറി പറ്റിയതിനൊക്കെ കൊല്ലാമെന്ന് നേരത്തെയുള്ള റൂൾ തന്നെയാണ്. പക്ഷേ പുതുതായിട്ട് ഒരു റാബീസ് സസ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അറിയുന്ന പേപ്പട്ടിയുടെ കടിയേറ്റ മറ്റു തെരുവ് നായ്ക്കളെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതിന് ഒരു വ്യക്തമായ ഒരു ഉത്തരം ഇതിനകത്ത് ഇല്ല. നമ്മുടെ ഏറ്റവും വലിയൊരു അപകടം അതാണ്. കാരണം ഒരു തെരുവ് നായ പോയി നമുക്കറിയാം, അടുത്തിടെ കണ്ണൂർ ഒരൊറ്റ പേ ഇളകിയ തെരുവ് നായ 58-60 പേരെങ്ങാണ്ടും കടിച്ചു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ. ഈ പീരീഡ് തന്നെ ഈ തെരുവ് നായ വേറെ മറ്റു അനവധി നായ്ക്കളെയും മറ്റു മൃഗങ്ങളെയും കടിച്ചു കാണും. പക്ഷേ ഏതൊക്കെ കടി കിട്ടിയെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഇതിൽ കുറച്ചെണ്ണത്തിനെങ്കിലും കടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവയെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും? ഇപ്പോൾ ചില ജില്ലകളിലൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടതാണ്, തെരുവുനായ കുറേ ആളുകളെ കടിച്ച സ്ഥലത്ത് അവിടുത്തെ മറ്റു തെരുവ് നായ്ക്കളെ പിടിച്ചിട്ട് ജസ്റ്റ് ഒരു ഡോസ് വാക്സിൻ കൊടുത്തിട്ട് റിലീസ് ചെയ്തു എന്ന് പറയുന്നു. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത് അതിന് പരിഹാരമല്ല. അത് നമുക്ക് അപകടം കൂടുതൽ വിളിച്ചു വരുത്തുകയാണ്. കാരണം ഒരു ഡോസ് വാക്സിൻ കൊണ്ട് ഒരിക്കലും ഒരു പേപ്പട്ടി എക്സ്പോസ്ഡ് ആയ നായയിൽ അതിനുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടാവുന്നില്ല. അതിന് നമ്മൾ മിനിമം മനുഷ്യർ ചെയ്യുന്ന പോലെ 3 അല്ലെങ്കിൽ 5 ഡോസോ വാക്സിനെങ്കിലും കൊടുക്കണം. ആ പീരീഡിൽ ഇതിനെ എവിടെയെങ്കിലും പാർപ്പിക്കണം. അതില്ലാതെ നമ്മൾ ഒരു ഡോസ് വാക്സിൻ കൊടുത്ത് വിടുക എന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങളെ കബളിപ്പിക്കൽ കൂടിയാണ്. കാരണം ജനങ്ങൾ വാക്സിൻ കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് വെച്ചാൽ ജനങ്ങൾ പിന്നെയും ധൈര്യപൂർവ്വം ഇറങ്ങി നടക്കും. ഈ പട്ടിയിൽ നിന്നുള്ള ആ ഒരു സുരക്ഷ അവർ ഉറപ്പാക്കിയില്ല എന്ന് വന്നേക്കാം. അതുകൊണ്ട് ഈ ഒരു പേപ്പട്ടിയുടെ സാന്നിധ്യം ഉള്ള പ്രദേശങ്ങളിൽ കടിയേൽക്കാൻ ചാൻസുള്ള മറ്റു തെരുവ് നായ്ക്കൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ ഇവയെല്ലാം പിടിച്ചിട്ട് നമ്മളിതിനെ ഷെൽട്ടറുകളിൽ പാർപ്പിക്കണം. ഏതാണ്ട് 3 മാസമോ അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു 2 മാസമെങ്കിലും ഇതിനെ ഈ വാക്സിനേഷൻ്റെ കോഴ്സ് പൂർത്തിയാകുന്ന കുറച്ച് കാലം കൂടെ ഇതിനെ പാർപ്പിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അതിന് നമുക്ക് സൗകര്യങ്ങളുണ്ടോ എന്നതാണ് വേറൊരു വിഷയം. പിന്നെ ഈ തെരുവുനായ വിഷയം മുഴുവനും നമ്മൾ വഴിമുട്ടി നിൽക്കുന്നത്, ഇപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഇതിൽ പിടിക്കാൻ 158 പേരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, വേറെ കുടുംബശ്രീയിലെ പരിശീലനം ലഭിച്ച ആളുകളെ ഉപയോഗിക്കുമെന്നൊക്കെ. പക്ഷേ ഈ പട്ടി പിടിക്കുക എന്നുള്ളത് അതാണ് ഇതിൽ ഏറ്റവും നമുക്ക് മുന്നിൽ നിൽക്കുന്ന പ്രതിബന്ധം. കാരണം ശാസ്ത്രീയമായ പഠനങ്ങൾ ധാരാളം കാണിച്ചിട്ടുള്ളത് തെരുവ് നായ്ക്കളെ ഏതെല്ലാം നമ്മൾ ലഭ്യമായിട്ടുള്ള വിദ്യകൾ ഉപയോഗിച്ചാലും ഒരു 30-40% കൂടുതൽ പിടിക്കാൻ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പിടിക്കാൻ കിട്ടാത്ത നായ്ക്കൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ABC പ്രോഗ്രാം പോലും പരാജയപ്പെടുന്ന ഏറ്റവും വലിയൊരു കാരണം ഇത് തന്നെയാണ്. പട്ടി പിടിക്കാൻ നമുക്ക് അതിന് അനുയോജ്യമായ മാർഗങ്ങളില്ല. നമ്മൾ പിടിക്കുന്നത് തന്നെ ഏറ്റവും ആ പ്രദേശത്തുള്ള ഏറ്റവും സൗമ്യരോ അല്ലെങ്കിൽ അധികം ആക്രമണ സ്വഭാവം ഇല്ലാതെ മനുഷ്യരുമായിട്ട് ഇണങ്ങിക്കഴിയുന്ന പട്ടികളെയാണ്. അവരെ പിടിച്ച് നമ്മൾ കൊല്ലുകയോ അല്ലെങ്കിൽ വന്ധ്യീകരണം ചെയ്യുകയോ അല്ലെങ്കിൽ ഷെൽട്ടറിൽ അടക്കുകയോ ചെയ്യുന്നതുകൊണ്ടും നമ്മുടെ പ്രശ്നത്തിന് അത് പരിഹാരമാവുന്നില്ല എന്ന് മാത്രമല്ല, ഇത് പ്രശ്നം രൂക്ഷമാക്കുകയാണ്. ഇത്രയും കാലം നടത്തിയ ABCകളെല്ലാം ഈ രീതിയിൽ ഈ തെരുവുനായ ആക്രമണം കൂട്ടാനേ കാരണമായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. അത് വേണമെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. അതായത് നമ്മൾ ഈ പിടിക്കുന്നത് മുഴുവനും ഏറ്റവും സൗമ്യരായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആക്രമണ സ്വഭാവം കുറഞ്ഞ മനുഷ്യരുമായിട്ട് ഇണങ്ങിക്കഴിയുന്ന പാവപ്പെട്ട തെരുവ് നായ്ക്കളെയാണ്. ഇവയെ നമ്മൾ വന്ധ്യീകരണം ചെയ്യുന്നതോടുകൂടി അവരുടെ പ്രത്യുൽപാദനം ഇല്ലാതെയാവുന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ഇതിലൂടെ നമ്മൾ ആ പ്രദേശത്തുള്ള കൂടുതൽ ശൗര്യവും കൂടുതൽ ആക്രമണ സ്വഭാവവും മനുഷ്യർക്ക് പിടികിട്ടാതെ മനുഷ്യരിൽ അകന്നു കഴിയുന്ന നായ്ക്കളുടെ വന്ധ്യീകരണം അവരുടെ പ്രത്യുൽപാദനം പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ ഒരു ആംഗിളിൽ നമ്മൾ കാര്യങ്ങൾ നോക്കിക്കാണുന്നത് വളരെ പ്രധാനമാണ്. മുമ്പ് നമ്മൾ തെരുവുനായ്ക്കളെ കൂട്ടത്തോടെ കൊല്ലുമായിരുന്നു. അതുകൊണ്ടൊന്നും ഇവിടെ തെരുവുനായ്ക്കളുടെ എണ്ണം കുറയുകയോ വംശനാശം സംഭവിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം ഇത് അവിടെയൊക്കെ സംഭവിക്കുന്നതാണ്. നമ്മൾ ഈ പിടി കൂടുന്നതെല്ലാം ഏറ്റവും പാവപ്പെട്ട പട്ടികളായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പിടിക്കുന്നതിന് അടിസ്ഥാനമാക്കിയുള്ള ഒരു വിദ്യകൾ നമുക്ക് വലിയ പ്രയോജനം ചെയ്യില്ല എന്നുള്ളതാണ് ഇത് ഏറ്റവും അടിസ്ഥാനമായുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ശരി, ശ്രീ